ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആഗ്രഹിക്കുകയാണ് ഈ 3-ാമത്തെ ക്ലാസ്സിലും കഴിയുന്നത്ര ആളുകൾ ദയവ് ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് വെക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതിനൊരു മടി കാണിക്കരുത് പ്ലീസ്. കാരണം നിങ്ങൾ കണ്ട് സംസാരിക്കുമ്പോൾ അതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കഴിയുന്നത്ര ആളുകൾ ദയവായി സഹകരിച്ചാൽ. ദൈവ കൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും എന്ന വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തത്. ഇന്ന് രാത്രി നാം അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഈ 4 ക്ലാസ് കൊണ്ട് തീരുന്നതായിരിക്കുന്ന ഒരു വിഷയം അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും തീർന്നിടം വരെ തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സമയത്തിന്റെ പരിധി ഉള്ളതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയവർ തന്നെയാണ് ഈ രാത്രിയിലും കയറിയിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും 1-2 വാക്കുകൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ദൈവ കൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നാം ചില യാഥാർത്ഥ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഓർത്തുകൊണ്ടിരിക്കുന്നത്. സുബോധത്തോടെ എന്നുള്ളതായ ഒരു പദപ്രയോഗം 4 പ്രാവശ്യങ്ങളിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് 4 പ്രധാനപ്പെട്ട വിഷയത്തോട് ബന്ധപ്പെട്ടാണ് എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തതായ കാര്യമാണ്. അതിനുശേഷം നാം ഓർത്തത് രക്ഷിക്കുന്ന കൃപയെ സംബന്ധിക്കുന്ന ചില പാഠങ്ങളാണ്. അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്ന കൃപയെക്കുറിച്ചും നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചില സത്യങ്ങൾ ഓർപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ടീച്ചിങ് ഓർ ട്രെയിനിങ് എന്നാകുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശിക്ഷിച്ച് വളർത്തുക എന്ന് പറയുന്നത് ഉടമസ്ഥതയോട് ബന്ധപ്പെട്ടതാണെന്നും വളർത്തുക എന്നുള്ളതായ ഒരു അനുഭവം സമൃദ്ധിയെ കാണിക്കുന്നതാണെന്നും ഒക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുവാനിടയായിട്ട് തീർന്നു. ഇന്ന് നാം ഓർക്കാനായിട്ട് പോകുന്നത് ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും ഉൾക്കൊള്ളുന്ന 5 മേഖലകൾ ഈ സ്ഥാനത്ത് വായിപ്പാനായിട്ട് കഴിയുന്നു. ഒന്നും കൂടെ പറയാം. ദൈവകൃപയുടെ സമൃദ്ധിയും ദൈവഭക്തിയുടെ പ്രായോഗികതയും ഉൾക്കൊള്ളുന്ന 5 മേഖലകൾ ഈ സ്ഥാനത്ത് നിന്ന് നമുക്ക് കണ്ടെടുക്കാനായിട്ട് കഴിയും. അത് 5ഉം പറയണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇന്നും ഇനി ഒരു ക്ലാസ് കൊണ്ട് മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് ഇവിടം വരെ എത്തുമെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 5 പ്രധാനപ്പെട്ട മേഖലകളിൽ 1-ാമത്തെ മേഖലയിലേക്ക് ഞാൻ മുഖവുര കൂടാതെ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ദയവായി ശ്രദ്ധിച്ചാൽ. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നും കൂടെ പറയാം. സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഈ സുബോധത്തോടെ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു, അത് 4 പ്രധാനപ്പെട്ടതായ വിഷയങ്ങളോട് ചേർത്ത് വെച്ചാണ് പരിശുദ്ധാത്മാവ് തീത്തോസിന്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ആ 4 വിഷയങ്ങൾ, 1-ാമത്തെ വിഷയം വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ഒരു വിശ്വാസി ആരോഗ്യമുള്ളവരായിരിക്കണം എന്ന് പറയുന്നതായ ഭാഗത്താണ് സുബോധത്തോടെ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ക്രിസ്തീയ ജീവിതത്വം അടിസ്ഥാന പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം ജാഗ്രതയുള്ളവരായിരിക്കണം. അതാണ് ആ വാക്കിന്റെ അർത്ഥം. നാം ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവായ ദൈവം വളരെ ശക്തമായിട്ട് ഈ ഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2-ാമത്തെ കാര്യം, ദൈവവചനം ദുഷിക്കപ്പെടുന്നു. ദൈവവചനം ദുഷിക്കപ്പെടുന്നതാകുന്ന സ്ഥാനത്ത് നാം സുബോധമുള്ളവരായിരിക്കണം, നാം ഗൗരവബോധമുള്ളവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3-ാമത്തെ വിഷയം, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കുന്നതായിരിക്കുന്ന സ്ഥാനം. അവിടെ അല്ലെങ്കിൽ ആ വിഷയത്തോട് ബന്ധത്തിൽ നാം സുബോധമുള്ളവരായിരിക്കണം, നാം ഗൗരവബോധമുള്ളവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവായ ദൈവം ഓർമ്മിപ്പിക്കുന്നു.
നാലാമത്തെ കാര്യം, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുക എന്ന് പറഞ്ഞേക്കുന്ന സ്ഥാനത്ത് നാം സുബോധമുള്ളവരായിരിക്കണമെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഈ വിഷയത്തിന്റെ പ്രാധാന്യത എത്രമാത്രം വലുതാണെന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുന്നതായ ഒരു കാര്യം, സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധി നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവായ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതെത്രമാത്രം ഈ നാളുകളിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇത് തികച്ചും ദൈവികമായ ഒരു വസ്തുതയായിട്ടാണ് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നത്. ഒരു ദൈവികമായ വസ്തുത. ദൈവികമായ വസ്തുത അല്ലെങ്കിൽ ദൈവികം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താ പിടിച്ച ദൈവികം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? മ്യൂട്ടാ. ദൈവത്തിൽ നിന്നുള്ളതെന്ന് പറയുന്നത് ശരിയല്ലേ? ദൈവത്താലുള്ളത്. ദൈവത്തിൽ നിന്നുള്ളത്. ദൈവീകം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താ ബിജു സഹോദരാ? ദൈവികം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളെയാണ് ദൈവികം എന്ന് പറയാനായിട്ട് സാധിക്കും. ദൈവത്തിൽ നിന്ന് വരുന്നത്. ഞാനും ഏറെക്കുറെ അടുത്ത കാലം വരെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നിട്ട് അല്പം വ്യത്യാസം ആ കാര്യത്തിൽ ഉണ്ട്. ദൈവികം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ക്രിസ്തു എന്നിൽ സമൃദ്ധമായി വളരുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ക്രിസ്തു എന്നിൽ വളരുന്നില്ല എങ്കിൽ ദൈവികം എന്ന് അതിനെ പറയാൻ കഴിയുന്നതല്ല. ഇപ്പൊ ആ തെറ്റിദ്ധാരണ മാറുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പല കാര്യങ്ങളും എഴുതിയിട്ട് ദൈവികമാണ്, അത് നടത്തിപ്പാണ്, ദൈവികമായ ഒരു നടത്തിപ്പാണെന്നൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തും. പക്ഷെ അത് തെറ്റാണ്. തീർച്ചയായിട്ടും ദൈവികം എന്ന് പറഞ്ഞാൽ നാം എത്തുന്ന കൺക്ലൂഷൻ അല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവികം എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നിൽ സമൃദ്ധമായി വളരുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ക്രിസ്തു എന്നിൽ വളരുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് ചിന്തിക്കേണ്ടതായ ഒരു വലിയ യാഥാർത്ഥ്യമാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ഭാഗത്ത് നിന്ന് നമ്മോട് സംസാരിക്കുന്നത്. ക്രിസ്തു എന്നിൽ സമൃദ്ധമായി വളരുന്നുണ്ടോ? ക്രിസ്തു ജനിച്ചു എന്നുള്ളത് ശരിയാണ്. ആ ജനനത്തെ നമുക്ക് അനുഭവവേദ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഫോണിന്റെ പേരാണ് ബ്രദറിന്റെ പേരിട്ടിരിക്കുന്നത്, സയോമി എന്നാണ് പേരാ കിടക്കുന്നത്. എനിക്ക് പേര് നല്ല നിശ്ചയമല്ല, എങ്കിലും ഞാൻ ചോദിക്കട്ടെ. അതായത് ഈ ദൈവീകം എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്നിൽ വളരുന്നു. നമ്മുടെ ജനനം പ്രയോജനപ്പെടണമെങ്കിൽ, ആ വാക്ക് മനസ്സിലായോ? ജനനം പ്രയോജനപ്പെടണമെങ്കിൽ ബാക്കി പറയാമോ? വളർച്ച ഉണ്ടാകണം. ജനനം പ്രയോജനപ്പെടണമെങ്കിൽ വളർച്ച ഉണ്ടാകണം. അത് മസ്റ്റാണ്. അതിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. എത്ര ശക്തമായിരിക്കുന്ന ഒരു ആശയമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ക്രിസ്തു എന്നിൽ സമൃദ്ധമായി വളരുന്നുണ്ടോ? ക്രിസ്തു എന്നിൽ വളരുന്നതായിരിക്കുന്ന ആ വളർച്ചയുടെ വിശദീകരണം, ആ വളർച്ചയുടെ വ്യാപ്തി ഞാൻ അനുഭവിച്ചറിയുന്നുണ്ടോ? എന്റെ ശരീരം എത്രമാത്രം വളരുന്നു എന്നുള്ളത് എന്റെ ശരീരം തിരിച്ചറിയിക്കുന്നതായ വസ്തുതയാണ്. എന്റെ ശരീരത്തിന്റെ ആരോഗ്യം, ശരീരത്തിന്റെ വലിപ്പം, ഇതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്റെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ച ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? വളരെ ഗൗരവമായൊരു ചോദ്യമാണത്. ആത്മീയ ജീവിതത്തിന്റെ വളർച്ച നാം തിരിച്ചറിയുന്നവരാണോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ വചനമാണ് മുഖാന്തരമാകുന്നത്. ദൈവത്തിന്റെ വചനമാണ് നാം അക്കാര്യത്തിൽ ഭക്ഷിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ആഹാരമായിരിക്കുന്നത്. ഈ ദൈവവചനം എന്നാക്കുന്ന ആഹാരം സമൃദ്ധമായി കഴിച്ച് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ വളരുവാനിടയാകുന്നുണ്ടോ? വളർച്ച അല്ലെങ്കിൽ ജനനം പ്രയോജനപ്പെടണമെങ്കിൽ വളർച്ച കൂടിയേ തീരൂ. യാതൊരു സംശയവും അക്കാര്യത്തിൽ ആർക്കും വേണ്ട. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ക്രിസ്തു എന്നിൽ സമൃദ്ധമായി വളരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം വിശേഷം ശ്രദ്ധിക്കണം. ദൈവം നമുക്ക് നൽകി തന്നതാക്കുന്ന രക്ഷയുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണെന്നറിയാമോ?
ദൈവം നമുക്ക് നൽകി തന്ന രക്ഷയുടെ ഉദ്ദേശം, ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നറിയാമോ? സുസ്ഥിരമായിരിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ് ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. സുസ്ഥിരമായിരിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം കെട്ടിപ്പടുക്കുന്നതായ കാര്യത്തിൽ നാം എത്രത്തോളം ബോധവാന്മാരാണ്, നാം എത്രത്തോളം ആ കാര്യം ശ്രദ്ധിക്കുന്നവരാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വളർച്ച ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. ഇത് മാത്രവുമല്ല, ഒരു വിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. ആ വിശുദ്ധ ജീവിതം എത്രമാത്രം സുസ്ഥിരമായിരിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. കർത്താവ് വിശേഷാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ക്രിയാത്മകമായിട്ട് നാം ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ സുബോധത്തോടും നീതിയോടും തന്റെ സാന്നിധ്യത്തിന്റെ വെളിച്ചത്തിൽ ഭക്തിയോടും കൂടെ ജീവിച്ചു പോരാൻ ദൈവകൃപയാണ് നമ്മെ സഹായിക്കുന്നത്. ദൈവകൃപയുടെ സമൃദ്ധി നമുക്കുണ്ടാകുവാൻ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, ദൈവകൃപയുടെ സമൃദ്ധി നാം എത്രത്തോളം അനുഭവിക്കുന്നവരാണ്. കൃപയ്ക്കൊരു ആരംഭമുണ്ട്, നിങ്ങൾക്കറിയാമോ? കൃപയ്ക്കൊരു കണ്ടിന്യൂവേഷൻ ഉണ്ട്, കൃപയ്ക്കൊരു ക്ലൈമാക്സും ഉണ്ട്. അറിയാമോ അത്? കൃപയുടെ ആരംഭം നമ്മുടെ വീണ്ടും ജനനത്തിന്റെ ആരംഭത്തിൽ ആരംഭിച്ചു. അത് ആ ദൈവകൃപയുടെ കണ്ടിന്യൂവേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദൈവകൃപയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്? നാം ചിന്തിക്കാറുണ്ടോ ആ കാര്യത്തെ പറ്റി? നമ്മുടെ ആരാധന യോഗങ്ങളിൽ നാം സാധാരണ പാടുന്നൊരു പാട്ടുണ്ട്, എൻ പേർക്കായി ജീവൻ വെക്കും പ്രഭു. തട്ടുമേശ എടുക്കുന്ന സമയത്ത് മിക്കവാറും സഭകളിൽ അത് പാടിയിരിക്കും, അല്ലേ? എൻ പേർക്കായി ജീവൻ വെക്കും പ്രഭു, എന്നും ഈ ദാസൻ ഓർക്കുമെന്നാണ് ആ പാട്ട്. സൈമൺ സാറിന്റെ പാട്ടാണ്. ആ പാട്ടിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റാൻസ് അതേ കുട്ടി ആ ഓർമ്മയുണ്ടോ? ഏറ്റവും അവസാനത്തെ സ്റ്റാൻസ്, ഇപ്പൊ പാട്ട് ദിവസം എടുക്കേണ്ടി വരൂല്ലേ? ആ പാട്ടിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റാൻസ് നമ്മൾ പാടുന്നത് എങ്ങനെയാണ്? നിന്നൂടെ രാജ്യത്തിൽ നീ വരുമ്പോൾ എന്നെ നീ ഓർത്തിടും സമയേ, നിന്റെ വൻ കൃപ പൂർണ്ണമായി ഞാൻ അറിയും, തവ രൂപത്തോടേകമാകും. നിന്റെ വൻ കൃപ ഞാൻ അറിയും, തവ രൂപത്തോട് ഏകമാകുമ്പോൾ. അതാണ് എന്റെ ക്ലൈമാക്സ്. അപ്പൊ ദൈവകൃപയ്ക്ക് ഒരു ആരംഭമുണ്ട്, ദൈവകൃപയ്ക്ക് ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്, ദൈവകൃപയ്ക്ക് ഒരു ക്ലൈമാക്സും ഉണ്ട്. അപ്പൊ ദൈവകൃപ നമ്മെ എന്ത് ചെയ്യുന്നു? സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ആ ദൈവകൃപയുടെ സമൃദ്ധി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ ദൈവകൃപയുടെ സഹായത്താൽ we should live soberly, righteously and godly in this present world എന്നാണ് നമുക്കവിടെ വായിപ്പാനായിട്ട് കഴിയുന്നത്. ഈ വർത്തമാനകാലത്തിൽ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സോബർലി, സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടുകൂടെ ജീവിക്കുവാൻ നമുക്കിടയാകണം എന്ന് പരിശുദ്ധാത്മാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി ഈ ലോക ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നാവുന്ന 3 യാഥാർത്ഥ്യങ്ങളാണിത്. ഈ ലോകത്തിൽ സുബോധമുണ്ടോ? സുബോധത്തോടെ ജീവിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സുബോധമുള്ള, ഒരു ഗൗരവബോധമുള്ള ജീവിതമാണോ ആത്മീയ വിഷയത്തിൽ? മറ്റൊരു വിഷയവുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ദൈവികമാണ്, ആത്മീയമാണ്. ആത്മീയമായ വിഷയത്തിൽ എത്രമാത്രം സുബോധത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്? ഈ ലോകം ഒരിക്കലും നമ്മെ അതിന് അനുവദിക്കുന്നതല്ല. ഒരിക്കലും ഈ ലോകം നമ്മെ നമ്മൾ അടുത്ത വിഷയം വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ ലോകം നമ്മെ ഒരിക്കലും ഈ കാര്യത്തിന് അനുവദിക്കുന്നില്ല. എന്നാൽ ഈ ലോകശക്തിക്കെതിരായി നിന്നുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു ഗുണവൈശിഷ്ട്യം എന്ന നിലയിലാണ് ഈ കാര്യത്തെ കാണാനായിട്ട് കഴിയുന്നത്. ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇത് സാധിക്കുക? എങ്ങനെ നമ്മിൽ ഇത് സാധിക്കും? കാരണം ഈ ലോകം അത്രമാത്രം അതിക്രമത്തിലും, ഈ ലോകം അത്രമാത്രം അധാർമികമായ ജീവിതമാണ് ഈ ലോക ജീവിതമെങ്കിൽ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഇതെങ്ങനെ സാധിക്കുമെന്നൊരു ചോദ്യം അവിടെയുണ്ട്. അത് സാധിക്കുന്നതാണ് 2 കാരണങ്ങളാൽ സാധിക്കും. ഞാൻ ചുരുക്കമായി പറയാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യവും 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യവും വായിച്ചാൽ ഈ സത്യം അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അതെന്നറിയാമോ? കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്
ഹൃദയത്തിന്റെ ഏകാഗ്രതയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. വളരെ വളരെ ഗൗരവമുള്ളതായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയുന്ന അനേക വിഷയങ്ങളുടെ മധ്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമായിട്ടുള്ളത്. അനേക വിഷയങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഏകാഗ്രത നമ്മളെ വ്യത്യസ്തമാകുന്ന ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകുന്ന അനേക സത്യങ്ങൾ ഞാനും നിങ്ങളും ഓരോ ദിവസവും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ സത്യങ്ങളുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ആ സാധ്യതയുടെ മധ്യത്തിൽ ഒരാത്മീക വളർച്ച നമുക്ക് എത്രത്തോളമുണ്ട്. ദൈവികമെന്ന് പറയുമ്പോൾ ആ അനുദിന വളർച്ച നമ്മിൽ സ്വായത്തമാക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവ് വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും. ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങൾ വസിക്കട്ടെ എന്നാണ് വായിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഹൃദയത്തിന്റെ ഏകാഗ്രതയിലായിരിക്കുന്ന ഒരു വ്യക്തിക്കും; രണ്ട്, വചനം സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യമായി ഹൃദയങ്ങളിൽ വസിക്കുന്ന ഒരു വ്യക്തിക്കും മാത്രമേ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ഈ ഭൂമുഖത്ത് ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞ വാക്കിന്റെ ആശയം മനസ്സിലായോ? തോമച്ചാൻ, സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ നാം ജീവിച്ചു പോരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാകണം. ഒന്ന്, ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ നാം ആയിരിക്കണം. രണ്ട്, ദൈവവചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ വഴി അല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കണമെന്ന് മാത്രമല്ല, അങ്ങനെ സാധിച്ചാലും സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ള സത്യം വാസ്തവമായിട്ട് നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. കർത്താവ് വിശേഷാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. അതായത് ഓരോ ദിവസവും ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ദൈവവചനം എന്നിൽ എത്രമാത്രമുണ്ട്, ദൈവവചനം നമ്മിൽ എത്രമാത്രം ശേഖരിക്കാൻ, ദൈവവചനം നമ്മൾ എത്രമാത്രം സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. വചനം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജീവിതം നമുക്ക് സാധ്യമാകുകയുള്ളൂ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം തിരുവെടുത്താണെന്നുള്ളത് നാം പഠിച്ചു കഴിഞ്ഞു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ സമൃദ്ധിയിലേക്ക് ഞാൻ പോവുകയാണ്. ഒന്നാമത്തെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് സുബോധത്തിന്റെയും നീതിയുടെയും ദൈവഭക്തിയുടെയും സമൃദ്ധി. രണ്ടാമത്തെ സമൃദ്ധി എന്ന് പറയുന്നത് വർജനത്തിന്റെ സമൃദ്ധി. അല്ല, രണ്ടാമത്തെ മേഖല എന്ന് പറഞ്ഞത് വർജനത്തിന്റെ സമൃദ്ധിയാണ്. വർജനത്തിന്റെ സമൃദ്ധി, ഈ വാക്ക് അവിടെ വരുന്നുണ്ട്, വർജനം. ഞാൻ ആ വാക്കിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ബിജു സോറ എനിക്ക് ചില വാക്യങ്ങൾ വായിച്ചൊന്ന് സഹായിക്കണം കേട്ടോ. ഞാൻ ഇപ്പോഴേ അഡ്വാൻസായി പറഞ്ഞേക്കാം, നിങ്ങൾ എടുത്തു വെച്ചോളുക. ഈ വർജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വർജിക്കുക, ഉപേക്ഷിക്കുക. ശരിയാണ്, കറക്റ്റ് വാക്കാ കിട്ടിയത്. വർജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ ആചാരം അനുഷ്ഠിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതിനാണ് വർജനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് ആ ഒരു പ്രത്യേക വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക, അതിനാണ് വർജനം എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. പ്രാണനായിരിക്കുന്ന രക്തത്തോട്, ഉൽപ്പത്തി 9:4 അതെ അതെ അതെ. പ്രാണനായിരിക്കുന്ന രക്തത്തോടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആദ്യത്തെ പരാമർശമാണ്, ചെയ്യരുതെന്നുള്ള ആദ്യത്തെ പരാമർശം. എന്താ അവിടെ വായിക്കുന്നത്? നോഹയ്ക്ക് മാംസം തിന്നുവാൻ അനുവാദം നൽകുന്നുണ്ട്. മാംസം കഴിക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? രക്തത്തോടു കൂടെ കഴിക്കരുത്. മാംസം തിന്നു, പക്ഷെ രക്തം ഉപേക്ഷിക്കണം. നോക്കുക,
ഈ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വ്യക്തമാക്കിയാണ്. എന്താ വ്യക്തമാക്കുന്നത്? അതായത് മാംസം തിന്നുവാൻ അനുവാദമുണ്ട്, രക്തം എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത്. അതിനെയാണ് വർജനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ദൈവികമായ നിർദ്ദേശമാണത്. മറ്റൊരു വാക്യം വായിക്കാമോ? 32-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 32:32. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാകട്ടോ വായിപ്പിക്കുന്നത്. അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. ഒഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വാക്കിന്റെ ആശയം മനസ്സിലായല്ലോ? ഒഴിഞ്ഞിരിക്കുകയാണ്, തിന്നാറില്ല, ചെയ്യാൻ പാടില്ല എന്ന് ദൈവം നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യാനായിട്ട് പാടില്ല, ഒഴിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു വാക്യം പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. പുറപ്പാട് 22:31. നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. കാട്ടുമൃഗം കടിച്ചു കീറിയ മാംസം തിന്നരുത്. നിങ്ങൾ അതിനെ നായ്ക്കൾക്ക് ഇട്ടുകളയണം. കാട്ടുമൃഗം കടിച്ചു തിന്നായിരിക്കുന്ന മാംസം തിന്നരുത്, അതിന് നായ്ക്കൾക്ക് കൊടുക്കണം. അത് തിന്നരുത്, ഉപേക്ഷിക്കണം, വേർപെട്ടിരിക്കണം, വർജനമാചരിക്കണം. ഇനി വായിപ്പിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യം കുറിച്ചെടുക്കാം. ആവർത്തനം 14:21. ലേവ്യ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യ 3:9 മുതൽ 11 വരെ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. യിരെമ്യാ പ്രവചനം 35-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ ഒന്നും കൂടെ ആദ്യം മുതൽ പറയാം. ഉൽപ്പത്തി 9:4, ഉൽപ്പത്തി 32:32, പുറപ്പാട് 22:31, ആവർത്തനം 14:21, ലേവ്യ 3:9 മുതൽ 11 വരെ, പുറപ്പാട് 34:15, ലേവ്യ 10:9, സംഖ്യ 6:3, യിരെമ്യാവ് 35:6. ഈ വാക്യങ്ങളെല്ലാം പഴയ നിയമവാക്യങ്ങളാണ്. ഈ പഴയ നിയമവാക്യങ്ങളിലെല്ലാം വ്യക്തമായ പരിശുദ്ധാത്മാവ് പറയാണ്, ഒഴിഞ്ഞിരിക്കുക, ഭക്ഷിക്കരുത്, വേർപെട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. വർജിക്കുക എന്നായിരിക്കുന്ന വാക്കിന്റെ ആശയമാണ് ഈ കാണുന്ന വാക്യങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവായ ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നാം വായിച്ചു പുതിയ നിയമത്തിൽ തീത്തോസിന്റെ 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? അപ്പോസ്തലൻ പറയുകയാണ്, ഒരു വിശ്വാസിയോട് ബന്ധത്തിൽ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ആ വർജനത്തിന്റെ സമൃദ്ധി നമ്മിൽ ഉണ്ടാകണം. ശക്തമായിരിക്കുന്ന ഭാഷ ആണ് ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത്. ഇതൊരു ശക്തമായിരിക്കുന്ന വിഷയവുമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, എന്ത്? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണമെന്ന് അപ്പോസ്തലൻ ഈ ഭാഗത്ത് നമ്മെ ഉപദേശിക്കുക. നമ്മെ രക്ഷിച്ചതായിരിക്കുന്ന കൃപ വിശുദ്ധിയുടെ പാഠശാലയിൽ നമ്മെ അഭ്യസിപ്പിക്കുകയും ചെയ്യുകയാണ്. നോക്കുക, ദൈവകൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു. ആ ദൈവകൃപ നമ്മെ വിശുദ്ധിയുടെ പാഠശാലയിൽ അഭ്യസിപ്പിക്കുകയാണ്, അഭ്യസനം നൽകി തരികയാണ്, ഇൻസ്ട്രക്ട് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ഗൗരവമായ കാര്യമാണെന്ന് നോക്കുക പ്രിയപ്പെട്ടവരെ. ഈ ഭാഗത്ത് നമ്മോട് ത്യജിക്കുവാൻ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ജീവിക്കുകയാണ്. ഈ ജീവിതത്തിന്റെ ഈ വ്യത്യസ്തമാകുന്ന സമയത്ത്, സാഹചര്യത്തിൽ നാം മനഃപൂർവമായി ചില യാഥാർത്ഥ്യങ്ങൾ ഉപേക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. ദൈവാത്മാവ് നമ്മോടത് ശക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം അത് ഉപേക്ഷിക്കണം. 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അനേക കാര്യങ്ങളുണ്ട്, മറ്റു പല ഭാഗങ്ങളിൽ ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പഠന വിഷയം ഈ വിഷയമായതുകൊണ്ട് ഇവിടുന്ന് രണ്ട് കാര്യങ്ങളെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ആ 2 കാര്യങ്ങളുടെ പ്രാധാന്യത ഇത് തുടങ്ങി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഒന്നാമതായിട്ട് ഉപേക്ഷിക്കേണ്ടത് ഭക്തികേടാണ്. ഭക്തികേട് അല്ലേ? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുക. ഈ ഭക്തികേടെന്ന് പറയുന്നത് എന്താണ്? ഭക്തികേട് എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ ഭക്തി എന്താന്ന് മനസ്സിലാക്കണം. വേണ്ടവേ കുടിച്ച എന്താ ഭക്തി? ബേബി കുടിച്ചാനൊക്കെ നേരിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ എന്നാലും ബേബി കുടിച്ചാനാണ് ഇപ്പൊ ആക്റ്റീവായിട്ട് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ബേബി കുടിച്ചാണ് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. തന്നെ ചോദിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അങ്ങ് സംസാരിച്ചു പോകുന്നതുമാണ്. എന്താണ് ഭക്തി? ദൈവത്തെ അറിയുന്നത് തന്നെയല്ലേ ഭക്തി? ദൈവത്തെ അറിയുന്നതാണ് ഭക്തി. ഇനി സൂമിലല്ലാതെ ഞാൻ എല്ലാവരുടെയും അടുക്ക് വന്ന് ചോദിച്ചേനെ, കാരണം ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ. എനിക്ക് ഈ ചോദ്യമൊക്കെ ചോദിച്ച് പഠിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടം. എന്താണ് ഭക്തി? ദൈവത്തെ ഭയപ്പെടുന്നതാണ് ഭക്തി. അറിയുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞു. എന്താ തോമച്ചാ? ദൈവത്തെ ഭയപ്പെടുന്നതാണ് ഭക്തി. ദൈവത്തെ ഭയപ്പെടുന്നതാണ് ഭക്തി. ഇനി ദൈവത്തോടുള്ള പരിജ്ഞാനം. ദൈവത്തോടുള്ള പരിജ്ഞാനമാണ് ഭക്തി. ഇപ്പൊ ആശയം വ്യത്യസ്തമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇനിയും ഉണ്ടാകും. ഒരെണ്ണം കൂടെ, ഒരെണ്ണം തന്നെ സമയമുണ്ട്. എന്താ ബിജു ഭക്തി? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് ബഹുമാനിക്കുന്നത്. ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് ബഹുമാനിക്കുക. ഇതെല്ലാം ഭക്തിയുടെ പര്യായങ്ങളാണെങ്കിലും ഭക്തി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഇതെല്ലാം അതിന്റെ പര്യായങ്ങളാണ്, ഞാൻ സമ്മതിക്കുന്നു. ഭക്തി എന്ന് പറഞ്ഞത് എല്ലായ്പ്പോഴും ദൈവത്തിങ്കലേക്ക് നോക്കുകയും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുകയും ചെയ്യുന്നതാണ് ഭക്തി. ഞാനൊരു 4-5 കൂട്ടം കാര്യങ്ങൾ പറയാം. ഒന്ന്, എല്ലായ്പ്പോഴും ദൈവത്തിങ്കലേക്ക് നോക്കുകയും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുകയും ചെയ്യുന്നതാണ് ഭക്തി. ആർക്കെങ്കിലും കുറിച്ചെടുക്കണമെങ്കിൽ എളുപ്പം കുറിച്ചെടുക്കാം. എല്ലായ്പ്പോഴും ദൈവത്തിങ്കലേക്ക് നോക്കുകയും ദൈവത്തിന് പ്രസാദമായി ജീവിക്കുകയും ചെയ്യുന്നതാണ് ഭക്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭക്തി കേടെന്താ? എന്താ ഭക്തി കേട്? ദൈവത്തിലേക്ക് നോക്കാതെയും ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാതെയും ജീവിക്കുക. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ചെയ്യുകയും ചെയ്യുന്നതിന്റെ പേരാണ് എന്ത്? ഭക്തികേട്. ഭക്തികേട്. നമ്മിൽ ഭക്തിയാണോ ഉള്ളത്, ഭക്തികേടാണോ ഉള്ളത്? നമ്മൾ ഭക്തികേടാണുള്ളത്. നമ്മൾ എങ്ങനെ പരിശോധിച്ചാലും ഈ വിശദീകരണത്തിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. അട്ടർലി ഫെയിൽ. നാം 100% പരാജയപ്പെടുകയാണ്. കാരണം എല്ലായ്പ്പോഴും നമുക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. മറിച്ച് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ജീവിക്കാൻ അതിന്റെ ഉള്ള അവസ്ഥയിൽ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ട് നാം ഭക്തിയുടെ വേഷം ധരിക്കുന്ന, അല്ലെങ്കിൽ അഭക്തരായിട്ട് ജീവിക്കുന്നവരായിട്ടാണ് നമ്മെ കാണാൻ കഴിയുന്നത്. ഒരുപാട് സത്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി രണ്ടാമത് വേറെ വിശദീകരണം പറയാം. ശരിയായ വിശ്വാസവും ശരിയായ പ്രവൃത്തിയുമാണ് ഭക്തിയുടെ ഘടകങ്ങൾ. ശരിയായ വിശ്വാസവും ശരിയായിരിക്കുന്ന പ്രവൃത്തിയുമാണ് ഭക്തിയുടെ ഘടകങ്ങൾ. 2 പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഭക്തി എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രായോഗിക തലം ഉണ്ട്, ഒരു ഔട്ട്വേർഡ് അപ്പിയറൻസ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അത് സമ്മതിച്ചേ മതിയാകുള്ളൂ. ദൈവഭക്തിക്ക് ഒരു ബാഹ്യമായ പ്രദർശനം ഉണ്ട്. ഈ വിഷയം നാം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവോടെ ശക്തമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാനത് മനസ്സിലാക്കുന്നു. ദൈവഭക്തിക്ക് ഒരു പ്രായോഗികതയുണ്ട്. ഞാനും നിങ്ങളും ഒരു ഭക്തിയുള്ള ജീവിതമാണോ ജീവിക്കുന്നത്? ശരിയായിരിക്കുന്ന വിശ്വാസവും ശരിയായിരിക്കുന്ന ഭക്തിയും, അതായത് വിശ്വാസവും ശരിയായിരിക്കുന്ന പ്രവൃത്തിയും, ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുന്നതാണ് ഭക്തി. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നിങ്ങൾക്കും വിശ്വാസമുണ്ട്. യാക്കോബ് എന്താ പറയുന്നത്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ചേർന്നാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ തിരുവഴുത്ത് ഞാൻ വിശ്വസിക്കുന്നു.
യാതൊരു സംശയവുമില്ല. ഈ തിരുവഴുത്തിന്റെ ഉപദേശ വിഷയങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു, യാതൊരു സംശയവുമില്ല. എന്റെ കയ്യിൽ ഈ തിരുവഴുത്തുണ്ട്. തിരുവഴുത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് കടന്നാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെങ്കിൽ എന്റെ പ്രവൃത്തിയിൽ ഇത് കാണുന്നില്ല എങ്കിൽ ഈ ഉപദേശത്തിൽ യാതൊരു കഴമ്പുമില്ല. പ്രിയപ്പെട്ടവരെ, പ്രവൃത്തി എന്നിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയാകണം. വളരെ ഗൗരവകരമായ ഒരു കാര്യം. ശരിയായ വിശ്വാസവും ശരിയായിരിക്കുന്ന പ്രവൃത്തിയും ഭക്തിയുടെ രണ്ട് ഘടകങ്ങളാണ്. ഈ ഭക്തിയുടെ വിശദീകരണം യാക്കോബ് അപ്പോസ്തലൻ എന്താ പറയുന്നത് അറിയാമോ? യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് 1-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം. യാക്കോബ് 1:27 എന്താ വായിക്കുന്നത്? പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും നിങ്ങളുടെ കഷ്ടത്തിൽ സങ്കടത്തിൽ ചെന്ന് കാണുന്നു. എന്താ കൊണ്ട് അർത്ഥമാക്കുന്നത്? തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്കറിയാവുന്ന കാര്യം, അനാഥരെയും വിധവമാരെയും ഒക്കെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ഭക്തിയുടെ വെളിപ്പെടുത്തലായിട്ടാണ് യാക്കോബ് പറയുന്നത്. അത് ശരിയാണ്, അത് സത്യമാണ്, അത് 100% വിലയുള്ള കാര്യമാണ്. എന്നാൽ ഒന്നാമത്തെ ഘടകം അവിടെ നിൽക്കട്ടെ. രണ്ടാമത് എന്താ പറയുന്നത്? രണ്ടാമത് പറഞ്ഞൊരു കാര്യം എന്താന്ന് നോക്കി. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു ദൈവഭക്തി. ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അനാഥരെയും വിധവമാരൊക്കെ ചെന്ന് കാണണം. കൈ വല്ലതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോട് കൂടെ ഇരിക്കണം, അവരുടെ ക്ഷേമം അന്വേഷിക്കണം. ഇതെല്ലാം ശരിയാണ്, നാം അത് ചെയ്യുന്നവരുമാണെന്ന് വിചാരിക്കുക. എന്നാൽ അടുത്തതായിട്ട് പറയുന്ന മറ്റൊരു കാര്യം, ഈ ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളണം. ഈ ലോകത്ത് കളങ്കം നമ്മെ പറ്റുന്നുണ്ടോ? നമ്മുടെ ശരീരത്ത് പറ്റുന്നുണ്ടോ? ഈ ലോകത്തിന്റെ മാലിന്യം നമ്മെ ആകർഷിക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവജനത്തിന് ആജീവനാന്ത ശത്രു ഉണ്ടല്ലേ? ദൈവജനത്തിന് ഒരു ആജീവനാന്ത ശത്രുവുണ്ട്. എന്താണത്? ലോകം. ലോകം മാത്രമേ ഉള്ളൂ? ദൈവജനത്തിന്റെ ആജീവനാന്ത ശത്രു ജഡം, പിശാച്. ലോകം, ജഡം, പിശാച്, ഇത് മൂന്നുമാണ് ദൈവജനത്തിന്റെ ആജീവനാന്ത ശത്രുക്കൾ. ഓക്കെ. എഫേസ്യർ 2-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം എന്താ? നോക്കാതെ എന്ന് പറയാമോ? എഫേസ്യർ ലേഖനം 2-ാം അധ്യായത്തിന് 1-ാമത്തെ ദേശക്കുട്ടി ആന്റി പറയും. എനിക്ക് ദേശക്കുട്ടി ആന്റി വ്യക്തിപരമായിട്ട് അറിയാം, വാക്യം ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും, ഇല്ലേ? എഫേസ്യർ 2-ാം അധ്യായം 1-ാം വാക്യം എന്താ? നമുക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്ന വാക്യമാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, ഇല്ലേ? എന്താണ് ആ വാക്യത്തിന്റെ ആശയം? ആ വാക്യത്തിന്റെ വിശദീകരണം എന്താ? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം എന്താ? അടിമത്തത്തിലായിരുന്നു നമ്മൾ പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു. ആ വാക്കിനൊരു വിശദീകരണം വേണം. ഈ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാ നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അതിന്റെ വിശദീകരണം എന്താണെന്നറിയാമോ? അതിന്റെ വിശദീകരണം ഞാൻ പറയാം. ലോകം, ജഡം, പിശാച് എന്ന ആജീവനാന്ത ശത്രുവിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഇനി വായിക്കുക 2-ാമത്തെ വാക്യം, എഫേസ്യർ 2:2. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് നീങ്ങിയവരായിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഏവയിൽ അല്ലെ, ഏതിൽ? അതിക്രമങ്ങളിലും അവിടെ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കണം. അവിടെ വിട്ടു പോകരുത്. മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്പർ 1, ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് നടന്നവരായിരുന്നു. ശ്രദ്ധിക്കുക, മരിച്ചവരായിരുന്നു, നമ്മെ ഉയർപ്പിച്ചു. ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് നാം നടന്നവരായിരുന്നു. അതാണ് അതിന്റെ വിശദീകരണം. 2-ാമത്തെ കാര്യം നോക്കി, ആകാശത്തിലെ അധികാരത്തിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അതാരാണ്?
അതാരാണ്? അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. പിശാചിന്റെ ആത്മാവ്. അത് പിശാചാണ്, അത് പിശാചാണ്. അപ്പൊ ലോകമായി പിശാചായി. ഇനി മൂന്നാമത്തെ വാക്യം നോക്കി. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്. 1, ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് നടന്നവരായിരുന്നു. 2, പിശാചിനെ അനുസരിച്ച് നടന്നവരായിരുന്നു. 3, മുമ്പേ നമ്മുടെ ജഡമോഹങ്ങൾ നടന്നവരായിരുന്നു. നാം മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ വിശദീകരണം അതാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മെ ഉയർപ്പിച്ചപ്പോൾ ഈ 3 സ്വാധീന ശക്തി ഇന്ന് നമ്മിൽ എത്രത്തോളം ഉണ്ട്? ഇതിന്റെ 3ന്റെ സ്വാധീനം ഇന്ന് നമ്മിൽ എത്രത്തോളം ഉണ്ട്? ലോകം, ജഡം, പിശാചിന്റെ സ്വാധീനം നമ്മിൽ ഇന്ന് എത്രത്തോളം ഉണ്ട് പ്രിയപ്പെട്ടവരെ? ഒന്ന് പറയാമോ? ഇന്ന് നാം ആരുടെ നിയന്ത്രണത്തിലാണ്? നമ്മൾ പാട്ടൊക്കെ പാടും, യേശുവിൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം നമ്മെ സംബന്ധിച്ച്. എന്ത് മാറ്റം? ഇന്ന് ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ചാണോ നടക്കുന്നത്? ഞാനല്ല. അല്ലെന്ന് പറയാൻ ആർക്ക് തന്റെ ഇടമുണ്ട്? കേസുകുട്ടിയായിട്ട് പറയും. ഇന്ന് പിശാചിന്റെ അധികാരത്തിന്റെ കീഴിലല്ല എന്ന് പറയാൻ കഴിയുമോ? പിശാചിനെ അനുസരിക്കുന്നവരല്ലെന്ന് പറയാൻ കഴിയുമോ? ഇന്ന് ജഡമോഹങ്ങൾ നമ്മിൽ ഇല്ലെന്ന് പറയാനായിട്ട് കഴിയുമോ? കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഈ ശരീരം ഉള്ളിടത്തോളം കാലം കഴിയുകയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ഇത് 3 നമ്മെ കീഴ്പ്പെടുത്തുവാൻ ഇടയാകരുത്. ഇതിന്റെ 3 സ്വാധീന ശക്തി നമ്മിലുണ്ട്. പക്ഷെ ഇത് 3 നമ്മെ കീഴ്പ്പെടുത്തി കളയുവാൻ ഇടയാകരുത്. അവിടെയാണ് നാം ജാഗ്രതയുള്ളവരായിരിക്കേണ്ടത്. അവിടെയാണ് നാം സുബോധമുള്ളവരായിരിക്കേണ്ടത്. എന്നാൽ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പരാജയം എന്ന് പറയുന്നത് എന്താണ്? ഈ ശക്തി, ഈ 3 വലിയ ശക്തി കീഴ്പ്പെടുത്തി കളഞ്ഞ ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ കാണാനായിട്ട് കഴിയുന്നത്. അതല്ലെങ്കിലേ ജഡമോഹം, കൺമോഹം ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ട് വരാൻ പോവാ. സമയം കുറവായതുകൊണ്ടാണ് ഞാൻ വിട്ടു പിടിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ ഇവിടെ കിടക്കുകയാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് 3 ഒന്ന് തന്നെയാണ്. ഈ സ്വാധീനത നമ്മെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കീഴ്പ്പെട്ടു പോകുവാനുള്ള, അടിമപ്പെട്ടു പോകാനുള്ള എല്ലാ സാഹചര്യവും ഈ ലോകം നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നാം അവയർനെസ് ഉള്ളവരായിരിക്കണം. നാം ഗൗരവബോധമുള്ളവരായിരിക്കണം. നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം. അതല്ല എങ്കിൽ നാം പരാജയപ്പെട്ടു പോകുമെന്നുള്ള സത്യം വിശേഷാൽ നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഭക്തികേട് 6 സ്ഥലത്ത് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ആ വാക്യെല്ലാം വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം തീരെ എന്റെ മുമ്പിലില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഭക്തികേടിനെ സംബന്ധിച്ച് വായിക്കുന്നു. റോമർ 1:18. 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലും ഭക്തികേടിനെ സംബന്ധിച്ച് വായിക്കുന്നു. റോമർ 11:26. 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഭക്തികേട് എന്ന പ്രയോഗമുണ്ട്. 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. എന്തോ എഴുതി. തീത്തോസ് 2:13 നമ്മളിപ്പോ വായിച്ചു. അവിടെയും ഭക്തികേട് എന്നാകുന്ന വാക്ക് കാണാൻ കഴിയുന്നു. തീത്തോസ് 2:13. ഇനി യൂദയുടെ ലേഖനം 15-ാം വാക്യത്തിലും 18-ാമത്തെ വാക്യത്തിലും പല പ്രാവശ്യങ്ങളിൽ ഈ വാക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭക്തികേട്, ഭക്തികേട്. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മൂന്നാമതായി പറയാൻ പോകുന്നതായ കാര്യം, ക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസ സത്യങ്ങളിൽ മുഴുകിയിരിക്കുന്നതാണ് ഭക്തി. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസ സത്യങ്ങളിൽ മുഴുകിയിരിക്കുന്നതാണ് ഭക്തി. ഇപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് എല്ലായ്പ്പോഴും ദൈവത്തിങ്കിലേക്ക് നോക്കുകയും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുകയും ചെയ്യുന്നതാണ് ഭക്തി. 2 ശരിയായ വിശ്വാസവും ശരിയായ പ്രവൃത്തിയും ആണ് ദൈവഭക്തിയുടെ ഘടകങ്ങൾ. 3 ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വിശ്വാസ സത്യങ്ങളിൽ മുഴുകിയിരിക്കുന്നതാണ് ഭക്തി. അങ്ങനെയാണെങ്കിൽ ഈ തിരുവെഴുത്തുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? ഇത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വിശ്വാസ സത്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്.
ഈ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വിശ്വാസ സത്യങ്ങളിൽ മുഴുകിയിരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? മുഴുകിയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വനം ദൈനംദിനം ഓരോ സമയങ്ങളും ദൈവവനം ധ്യാനിക്കുക എന്നുള്ള ആശയമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ദൈവവനം ഒരു ധ്യാന വിഷയമായിട്ട് തീരുന്നുണ്ടോ? പലപ്പോഴും ഇത് പഠന വിഷയമായി തീരുന്നുണ്ട്, നല്ല കാര്യം. എന്നാൽ അത് പോരാ, ദൈവവചനം ഒരു ധ്യാന വിഷയമായി തീരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവകരമായ ഒരു ചോദ്യമല്ലേ അത്? ഈ ദൈവവചനം എന്റെ നിങ്ങളുടെയും ഒരു ധ്യാനമായി മാറുമ്പോൾ മാത്രമാണ് ഈ വചനത്തിൽ ഞാനും നിങ്ങളും മുഴുകിയിരിക്കണമെന്ന് പറയാൻ കഴിയുന്നത്. ഒരു ഭക്തിയുടെ ലക്ഷണമായിട്ടാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഇയ്യോബ് എന്ന ഭക്തൻ, ഇയ്യോബ് ഒരു ദൈവഭക്തനായിരുന്നു. ആരാ സാക്ഷ്യപ്പെടുത്തിയത്? വേറെ ആരുമല്ല, ദൈവമാണ് സാക്ഷ്യപ്പെടുത്തിയത്. ദൈവം സാക്ഷ്യപ്പെടുത്തി ഇയ്യോബ് ഒരു ഭക്തനാണെന്ന്, അല്ലേ? ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. അവന്റെ ഭക്തി അവൻ മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തി. രണ്ടാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അവൻ ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോണേ. ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്നവനാണെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തി. 1:1 ഇയ്യോബ് 1:1 ഇയ്യോബ് ഭക്തനായിരുന്നെന്ന് പറഞ്ഞു. 2:3 അവൻ ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഭാര്യയുടെ പ്രശ്നം എന്തായിരുന്നു? അത് ഉപേക്ഷിക്കാൻ. ഇയ്യോബിന്റെ ഭാര്യയുടെ പ്രശ്നം എന്തായിരുന്നു? ഇയ്യോബിലുണ്ടായിരുന്ന പ്രശ്നം അത് ഉപേക്ഷിച്ച് പോയി ചത്തുകളയാൻ പറഞ്ഞു. ഭക്തിയെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാ. അതാണ് പ്രശ്നം. ഭർത്താവായതുകൊണ്ടോ ഭർത്താവിന്റെ ജീവിതമായതൊന്നും അല്ല പ്രശ്നം. അവളുടെ ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു. ഇയ്യോബിനോട് പറഞ്ഞേക്കുന്ന വാക്കെന്നാ? നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? അതാണ് ചോദ്യം. ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് ഇയ്യോബിനോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇവിടെ ഒരു ചോദ്യം നിർണായകമാകുകയാണ്. ആ സ്ത്രീയുടെ ഭർത്താവ് തന്നെയാണിത്, സംശയമൊന്നുമില്ല. പക്ഷെ ആ സ്ത്രീയെ ഭരിക്കുന്ന ചിന്ത ഇതാണ്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക. 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നീ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? പക്ഷെ ഇയ്യോബിന്റെ ഭാഗത്തുണ്ടായ ഒരു കാര്യം, ഈ ഭക്തിക്ക് ഒരു ദൃഢനിശ്ചയമുണ്ട്. മനസ്സിലായോ? ഈ ഭക്തിക്ക് ഒരു ദൃഢനിശ്ചയമുണ്ട്. ഭാര്യ എന്താ പറഞ്ഞേ? ഇത് ഉപേക്ഷിച്ചിട്ട് ത്യജിച്ച് പറഞ്ഞിട്ട് മരിച്ചു കളയാം. ഭക്തിയുടെ ദൃഢനിശ്ചയം എന്താ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. സ്തോത്രം. കണ്ടോ? മേഴ്സിക്കുട്ടിയാണ് ചിന്തിക്കുന്നത് കണ്ടോ? മേഴ്സിക്കുട്ടിയാണ് ചിന്തിക്കുന്നത് കണ്ടോ? ഭക്തിയുടെ ദൃഢനിശ്ചയം എന്നാണെന്നറിയോ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. ഇതാണ് ദൃഢനിശ്ചയം എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഭക്തിയുടെ ദൃഢനിശ്ചയം എത്രത്തോളം ഉണ്ട്? ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തിക്ക് എന്നുകൂടെ ഉണ്ടാവും, ഒരു ദൃഢനിശ്ചയം ഉണ്ടാകും. ദൃഢനിശ്ചയമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ദൃഢനിശ്ചയമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നിൽ ദൈവഭക്തി ഇല്ല എന്നാണ്. എന്നിലുള്ള ഒരു ദൈവഭക്തി, അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദൈവഭക്തിക്ക് ഒരു ഔട്ട്വേർഡ് അപ്പിയറൻസ് ഉണ്ട്. അത് വെളിപ്പെട്ട് വരണം. ഒരു ഇന്നർ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു ആന്തരികമായ അനുഭവമുണ്ട്. ആ ആന്തരികമായ അനുഭവത്തിൽ ശക്തമായി ഇയ്യോബ് പറയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. അതാണ് ദൃഢനിശ്ചയം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് എവിടെ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതിന്റെ സ്ഥാനം എവിടെയാണ്? വളരെ ഗൗരവമായിട്ട് ഞാനും നിങ്ങളും ചിന്തിച്ചേ മതിയാകുള്ളൂ. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഈ ഭക്തിയുടെ ദൃഢനിശ്ചയം ഇതാണെങ്കിൽ നാം ചില കാര്യങ്ങൾ വർജിക്കുവാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. ഇനി എന്റെ മുമ്പിൽ ഒരു 3-4 മിനിറ്റ് കൂടെ ഉള്ളൂ. വിഷയം പോയതോ വിഷയം കിടക്കുന്നതോ വിഷയം തീരാതെ മുമ്പോട്ട് പോകുന്നോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സമയം പെട്ടെന്ന് അങ്ങ് പോയി, മണിക്കൂർ ഒന്നങ്ങ് മാറി. രണ്ടാമത്തെ കാര്യം പ്രപഞ്ചമോഹമാണ്. പ്രപഞ്ചമോഹം. ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നാം ചിന്തിച്ചു, മനുഷ്യന്റെ 3 വൈരികൾ: ലോകം, ജഡം, പിശാച്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് 3 നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക.
ആ നിയന്ത്രണം വളരെ ഗൗരവമേറിയ നിയന്ത്രണമാണെന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നാം വഞ്ചിക്കപ്പെട്ടു പോകരുത്. പിശാചിന്റെ തന്ത്രങ്ങളിൽ നാം കുടുങ്ങിപ്പോകരുത്. നാം ഗൗരവബോധമുള്ളവരായിരിക്കണം. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. അതായത് തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോഴും യാക്കോബ് 4:4 വായിക്കുമ്പോഴും എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അടുത്ത വാക്കാണെന്ന് അറിയാമോ? ലോകത്തിന്റെ സ്നേഹിതൻ ദൈവത്തിന്റെ ശത്രുവാണ്. യാക്കോബ് 4:4 ഞാൻ പറഞ്ഞത്. ലോക സ്നേഹം ദൈവത്തോട് ശത്രുതമാണ്. ലോകത്തിന്റെ സ്നേഹിതന് ദൈവത്തിന്റെ സ്നേഹിതനാകാൻ കഴിയുകയില്ല. അബ്രഹാമിനെ സംബന്ധിച്ച് അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു, വിശ്വാസികളുടെ പിതാവ്. ലോകം അവൻ എങ്ങനെയായിരുന്നു? എബ്രായരും 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇന്ന് ലോകം നമുക്ക് എങ്ങനെയാ? ഇതിനോട് യോഗ്യമായ ഒരു സ്ഥാനം വേറെ ഇല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ അല്ലാതിരിക്കട്ടെ ഗ്രേസ്കുട്ടി ആന്റി, ലോകം നമുക്ക് യോഗ്യമല്ല. നാം ഒരു ചിന്താഗതിയിലേക്ക് നാം വരണം, നാം ഒരു തീരുമാനത്തിലേക്ക് നാം എത്തണം. തിരുവെഴുത്ത് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാകട്ടെ. ഞാൻ ഒരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കട്ടെ. തീമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഒരു കഥാപാത്രത്തെ പൗലോസ് എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ആരാ കഥാപാത്രം? 2 തീമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ദേമാസ് എന്താ ചെയ്തത്? ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു പോയി കളഞ്ഞു. ഈ ലോകത്തെ സ്നേഹിക്കുന്നവൻ ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയാൻ പറ്റും? എന്നെ വിട്ടുപോകും. ഈ ലോകത്തെ സ്നേഹിക്കുന്നവൻ എന്നെ വിട്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിച്ച്, ദൈവിക പ്രവൃത്തിയെ സ്നേഹിച്ച്, ദൈവത്തിന്റെ ഹിതം അറിഞ്ഞു നിൽക്കുന്നവൻ അവൻ പൗലോസിനോട് കൂടെ നിൽക്കുമ്പോൾ, പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ദേമാസ്. അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു, അവൻ എന്നെ വിട്ടു പോയിരിക്കുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ഏത് പാളയത്തിലാണ് ആയിരിക്കുന്നത്? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നാം എവിടെയാണ് ആയിരിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹിതന്മാരായിട്ടാണോ നാം ഈ ഭൂമിയിലായിരിക്കുന്നത്? ഈ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തോട് ശത്രുത്വമുള്ളവരാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കുന്നുണ്ടോ? നമുക്ക് ഈ വസ്തു തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? കർത്താവ് നമ്മെ വിശേഷാൽ സഹായിക്കട്ടെ. ധാരാളം കാര്യങ്ങൾ ഇനി പറയുവാനായിട്ടുണ്ട്, പക്ഷെങ്കിൽ സമയം അനുവദിക്കുന്നില്ല. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം, ഉപേക്ഷിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഭാഷയിൽ തീത്തോസിൽ കൂടെ നമ്മോട് പറയാണ്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. കർത്താവ് വെച്ചാൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. അടുത്ത ആഴ്ച അവസാനത്തെ ക്ലാസ് ആണ്. എല്ലാവരും കൃത്യസമയത്ത് ജോയിൻ ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ആളുകൾ ജോയിൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷ തുടരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വെടിപ്പുള്ള, ഭക്തിയുള്ള ഒരു സുസ്ഥിരമായ വിശുദ്ധ ജീവിതം, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ തിരിച്ചറിവ് നമ്മെ ഭരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വർജനത്തിന്റെ സമൃദ്ധി ഓരോ സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കാണുവാൻ, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ, വർജിക്കേണ്ടതെല്ലാം വർജിച്ചിട്ട് നമ്മുടെ കർത്താവിനെ നോക്കി പാർത്ത് നമ്മുടെ കർത്താവ് ദൈനംദിനം ജീവിതത്തിൽ വളരുന്നവരായിട്ട് തീരുവാൻ സർവകൃപാലുവായ ദൈവം ഈ ആലോചനകളാൽ നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തെ ഹൃദയം കുമാൻ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവിന്റെ നാമം ഈ വാക്കുകൾ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.